ശ്രീനന്ദയുടെ മരണത്തിൽ പ്രതികരണവുമായി എംഎൽഎ. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കെ പ്രേംകുമാർ എംഎൽഎ. സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രേംകുമാർ പറഞ്ഞു. കുടുംബാംഗങ്ങളെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അതെ, നമുക്ക് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരട്ടെ. ഏറെ വേദനാജനകമായൊരു വാർത്തയാണ് പുറത്തു വന്നത്. എങ്ങനെയെങ്കിലും ശ്രീനന്ദ രക്ഷപ്പെടും, അവർ ജീവനോടെ തിരികെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. വസ്തുതകൾ എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ പുറത്തു വരട്ടെ. അപ്പോൾ ഇതിൽ കേരള പോലീസിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് നമ്മുടെ പാലക്കാട് SP ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിലെല്ലാം ഒരു പ്രത്യേകമായി താല്പര്യമെടുക്കുകയും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവിടെ കേരള പോലീസ് ഉൾപ്പെടെ അവിടെ പോവുകയും കാര്യങ്ങൾ നമുക്ക് ഒരു വഴിത്തിരിവിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ കാണാനില്ല എന്ന പരാതിയിൽ ഇങ്ങനെ ഒരു വിഷമകരമായൊരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. തുടർന്നുള്ള കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ രക്ഷിതാക്കളുടെയൊക്കെ അവരുടെ ആശങ്കകൾ ഉൾപ്പെടെ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. വസ്തുത പുറത്തു വരട്ടെ. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ശരിയായ നിലയിൽ നടക്കട്ടെ. അതിനുശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മളിപ്പോൾ ദുരൂഹതയുടെ ഒരു വിഷയം നമ്മളിപ്പോൾ ഒരു ചില പ്രതികരണങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇതുവരെ കുട്ടിയെ കാണുന്നില്ല, അവരുടെ അന്വേഷണം ആ നിലയിൽ കണ്ടെത്താനുള്ള അന്വേഷണം വേണ്ട നിലയിൽ വേഗതയിൽ നടക്കുന്നില്ല എന്നൊക്കെയുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ ആശങ്ക ഇവിടെ ഇപ്പോൾ അവസാനിച്ചു. ഇനി അടുത്തൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിലെന്നുള്ളതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കേരള പോലീസിൻ്റെയും ഇപ്പോൾ സർക്കാർ എന്ന നിലയിൽ സാധ്യമായ നിലയിലുള്ള എല്ലാ സഹായവും ഈ കാര്യത്തിൽ സത്യസന്ധമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനുള്ള മുൻകൈ ഉണ്ടാവും. ഇക്കാര്യം കൂടി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്യും. ഫസ്റ്റ് ഓഫ് ആൾ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. എന്നിട്ട് അത് നന്നായി വേറെ എന്തെങ്കിലും ഒരു ദുസ്വാധീനത്തിന് വഴങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകാതെ സാധാരണ നിലയിൽ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. പോസ്റ്റ്മോർട്ടം നടന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം എന്നുള്ള നിലയിലും സ്റ്റേറ്റ് എന്നുള്ള നിലയിലുമൊക്കെ ഈ കാര്യത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക, ഇടപെടുകയും ചെയ്യുകയും ചെയ്യാം.